അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിൽ മുർസലീൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. അല്ലാഹുമ്മ ജഅൽ ഹാദാ ശഹ്റ ശരീഫൽ അളീമ ഷാഹിദൻ ലനാ ലാ ഷാഹിദൻ അലൈനാ വജ്അൽഹു ഹുജ്ജത്തൻ ലനാ ലാ ഹുജ്ജത്തൻ അലൈനാ. അല്ലാഹുമ്മ അഅ്തിഖ് റിഖാബനാ വറിഖാബ ആബാഇനാ വഉമ്മാതിനാ മിനദ് ദുയൂനി വൽ മളാലിമി വന്നാർ. അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുകൽ ജന്നത വഅഊദു ബിക മിനൻ നാർ. അല്ലാഹുമ്മ അർഹംനി യാ അർഹമർ റഹീമീൻ. എൻ്റെ ശബ്ദം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന സഹോദരന്മാർ, സഹോദരിമാർ, വിശുദ്ധമാക്കപ്പെട്ട റമളാനു ഷരീഫിൻ്റെ ഒന്നാമത്തെ നോമ്പിൻ്റെ പകുതിയിലാണ് നമ്മളുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ അമലുകളൊക്കെ നമ്മളിൽ നിന്ന് കബൂൽ ചെയ്യട്ടെ. നമ്മളിൽ നിന്നും, നമ്മുടെ മാതാപിതാക്കളിൽ നിന്ന്, ഭാര്യസന്താനങ്ങളിൽ നിന്ന്, ഉസ്താദുമാരിൽ നിന്ന്, കൂട്ടുകുടുംബങ്ങളിൽ നിന്ന്, സഹോദരന്മാർ, സഹോദരിമാരിൽ നിന്ന്, നാവുമായി ബന്ധപ്പെട്ടതായ ആളുകളിൽ നിന്ന്, നാം സ്നേഹിക്കുന്ന, നമ്മളെ സ്നേഹിക്കുന്ന ആളുകളിൽ നിന്ന്, മുഅ്മിനീങ്ങളും മുഅ്മിനാത്തുകളും മുസ്ലിമീങ്ങളും മുസ്ലിമാത്തുകൾ, ആരിൽ നിന്നെല്ലാമാണോ നമ്മളിൽ നിന്ന് മരണപ്പെട്ടു പോയത് ആളുകൾ, നമ്മളിൽ നിന്നൊക്കെ വന്നു പോയ എല്ലാ പാപങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല വിട്ടുപുറത്ത് മാഫാക്കി തരട്ടെ. വിശുദ്ധമാക്കപ്പെട്ട റമളാനു ഷരീഫിൻ്റെ ബർക്കത്ത് കൊണ്ട്, ഈ സമയത്തിൻ്റെ ബർക്കത്ത് കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളിൽ നിന്നൊക്കെ വിട്ടുപുറത്ത് മാഫാക്കി തരട്ടെ. വിശുദ്ധമാക്കപ്പെട്ട റമളാനു ഷരീഫിൻ്റെ മഹത്വങ്ങളെ സംബന്ധിച്ച് ഇതിൻ്റെ മുമ്പ് നിങ്ങളെ സൂചിപ്പിച്ചിരുന്നു. അതുപോലെ തന്നെ വിശുദ്ധമാക്കപ്പെട്ട റമളാനു ഷരീഫിനെ സംബന്ധിച്ച് അതിൻ്റെ പവിത്രത അറിയുകയാണെങ്കിൽ ഹബീബായ മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഉമ്മത്തീങ്ങൾ ഈ വർഷങ്ങൾ മുഴുവനും നോമ്പായിരിക്കണേ എന്നാഗ്രഹിച്ചിരുന്നു. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു ഹദീസ് പറയാണ്, ലൗ യഅലമുൽ ഇബാദു മാ റമളാന ലതമന്നത് ഉമ്മത്തി അൻ തകൂന സനത കുല്ലുഹാ റമളാൻ. അല്ലാഹുവിൻ്റെ അടിമകൾ പരിശുദ്ധ റമളാനു ഷരീഫിൻ്റെ മഹത്വം അറിഞ്ഞിരുന്നെങ്കിൽ വർഷം മുഴുവനും റമളാനായിരുന്നെങ്കിൽ എന്നവർ ആഗ്രഹിച്ചിരുന്നു. ഒരു സത്യവിശ്വാസിയെ സംബന്ധിച്ച് റമളാനു ഷരീഫ് അവനിലേക്ക് കടന്നു വന്നു കഴിഞ്ഞാൽ അവൻ ആഗ്രഹിക്കുന്നത് സ്വർഗപ്രവേശനവും അതുപോലെ തന്നെ നരകത്തിൽ നിന്നുള്ളതായ മോചനവും പാപമോചനവും അള്ളാഹുവിൻ്റെ അനുഗ്രഹവുമാണ്. പരിശുദ്ധമാക്കപ്പെട്ട റമളാനു ഷരീഫ് കടന്നു വരലോടുകൂടെ ഒരു മുഅ്മിനായ മനുഷ്യനിക്ക് ഏറ്റവും വലിയ ആഗ്രഹം. അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരക്കാരിൽ നമ്മൾ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. പരിശുദ്ധമാക്കപ്പെട്ട റമളാനു ഷരീഫിൽ ബഹുമാനിക്കുക, ആദരിക്കുക എന്നുള്ളതിനെ സംബന്ധിച്ചും അതുപോലെ തന്നെ വിശുദ്ധമാക്കപ്പെട്ട ഖുർആൻ പാരായണം ചെയ്യുകയും നമുക്ക് പ്രത്യേകമാക്കിയിട്ടുള്ള തറാവീഹ് നമസ്കാരം, റമളാനു ഷരീഫിൽ പ്രത്യേകമാക്കിയിട്ടുള്ള തറാവീഹ് നിസ്കാരം നിസ്കരിക്കുകയും ചെയ്തുകൊണ്ട് പരിശുദ്ധമാക്കപ്പെട്ട റമളാനു ഷരീഫിനെ നല്ല സന്തോഷത്തോടുകൂടെ നമ്മുടെ ഹൃദയങ്ങളെ പാപസുരക്ഷിതമാക്കിക്കൊണ്ട് നമ്മൾ മുന്നോട്ട് പോകണം. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് ചെയ്ത് അനുഗ്രഹിക്കട്ടെ. ഇന്നലെ തറാവീഹ് നമസ്കരിക്കാത്ത ആളുകളുണ്ടാവും, നമസ്കരിച്ച ആളുകളുണ്ടാവും. ഇന്നലെ തറാവീഹ് നിസ്കരിച്ച ആളുകൾക്കുള്ള പ്രതിഫലം അവൻ്റെ ഹൃദയം പ്രസവിക്കപ്പെട്ട കുഞ്ഞിൻ്റെ ഹൃദയം പോലെ ആയിരിക്കുന്നു. അതായത് പാപങ്ങളൊക്കെ കഴുകിക്കളഞ്ഞ് ശുദ്ധമാക്കപ്പെട്ടിരിക്കുന്നു എന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ പഠിപ്പിച്ചിട്ടുണ്ട്. ഇനി ഇന്ന് തറാവീഹ് നിസ്കരിച്ചു കഴിഞ്ഞാൽ അവൻ്റെയും അവൻ്റെ മാതാപിതാക്കളുടെയും അവൻ്റെ കൂട്ടുകുടുംബങ്ങളുടെയും മുഴുവൻ പാപങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല പുറത്തു കൊടുത്തിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഓരോ ദിവസത്തെ തറാവീഹ് നമസ്കാരത്തിൻ്റെ മഹത്വങ്ങളും ഇൻഷാ അല്ലാഹ് നിങ്ങളിലേക്ക് അറിയിക്കും. ഇൻഷാ അല്ലാഹ് ബുധനാഴ്ച മുതൽ 2 മണിക്ക് നമ്മൾ ലൈവ് തുടങ്ങാൻ ആഗ്രഹിക്കുന്നുണ്ട്. എല്ലാവരും സഹകരിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് ചെയ്ത് അനുഗ്രഹിക്കട്ടെ. ആമീൻ വറഹ്മതിക യാ അർഹമർ റഹീമീൻ. നമ്മുടെ നോമ്പുകളും നമ്മുടെ അമലുകളൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മിൽ നിന്ന് കബൂൽ ചെയ്യട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.